അവരുടെ കൊച്ചുമോൻ മരിച്ചു. എന്നിട്ട് ആ വണ്ടി പോലും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അല്ല, ഒരു കണക്കിന് നന്നായി. അതെന്താ? അതൊക്കെ ഉണ്ട്. പിന്നെ ആ സ്ഥലം അത് എന്റെ നിത്യയുടെ പേരിൽ എഴുതി തരാമെന്ന മുത്തശ്ശി പറഞ്ഞിരിക്കുന്നു. കോടികൾ വില വരുമേ ആ സ്ഥലത്തിന്. അതെനിക്ക് കിട്ടിയ അതൊരു മുതല. ഇറ്റ് ബാങ്കിലിട്ട അതിന്റെ പലിശ കൊണ്ട് ജീവിക്കുക ബാക്കിയുള്ള കാലം. എന്നാലും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിന് മുമ്പേ ഒന്നുകൂടെ ഒന്ന് ആലോചിക്കുന്നത് നല്ലതാ. പ്രായം ചെന്നവരുടെ പ്രാക്ക് ഏക്കാതിരിക്കുന്നതാ നല്ലത്. എൻ്റെ പൊന്നു പാർവതി, വഴക്കിടാനുള്ള വരവാണെങ്കിൽ അത് വേണ്ട. ഞാനിപ്പോൾ അങ്ങനെ ഒരു മാനസികാവസ്ഥയിലല്ല. അതിനുള്ള ആരോഗ്യവും ഇല്ല. വഴക്കിടാനല്ല ഞാൻ വന്നത്. ആ കല്യാണം നടക്കുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ എന്ന് അറിയിക്കാനാ. ഏത് കല്യാണം? ദേവികമോടെയാണോ? അതെന്നാ പാർവതി പെട്ടെന്ന് നിന്റെ മനസ്സ് മാറിയത്? ഇങ്ങനെ ആയിരുന്നില്ലല്ലോ നേരത്തെ. ചിന്തിച്ചപ്പോ ഞാൻ ചെയ്യുന്നത് ശരിയല്ല എന്ന് തോന്നി. എത്രയൊക്കെ വന്നാലും നമ്മുടെ മോൻ താലികെട്ടി പെണ്ണാണല്ലോ അവള്. അപ്പോ നമുക്ക് ഉത്തരവാദിത്വമൊക്കെ ഇല്ലേ? ഉയ്യോ, ഇന്ന് ഇടിവെട്ടി മഴ പെയ്യുമല്ലോ ഇവിടെ. ഇല്ലെങ്കിൽ നാളെ സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കും. എനിക്കാരോടും ദേഷ്യമൊന്നുമില്ല. അത് പണ്ടും ഉണ്ടായിരുന്നില്ല. എങ്ങനെ എങ്ങനെ? എൻ്റെ പൊന്നു പാറക്കുട്ടി, നീ അങ്ങനെ പറയണ്ട. സമയം കിട്ടുമ്പോഴൊക്കെ ആ പാവത്തിനെ കുത്തി നോയിക്കാനാണ് നീയൊക്കെ ശ്രമിച്ചിട്ടുള്ളത്.